ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാജീവനും അതുപോലെ തന്നെ ശിവനും കൂടെ സത്യങ്ങളെല്ലാം അറിയുന്ന ആ ഒരു മനോഹരമായ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്കാണ് കേട്ടോ ഇപ്പം ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ കൂടിയാണെങ്കിൽ ആകെ അങ്ങ് നെർവസായിട്ടിരിക്കുകയാണ്. എന്നിട്ട് അലീനനെ തട്ടിക്കൊണ്ടുപോവുകയും അതൊക്കെ ചെയ്തുല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അലീനനെ തകർക്കണം, അതുപോലെ തന്നെ തൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ച അവനെയും തകർക്കണം എന്ന ഒറ്റൊരു ലക്ഷ്യമാണ് കേട്ടോ ഈ രണ്ട് പൊന്നാങ്ങളമാർക്കുള്ളത്. അങ്ങനെ അലീനനെ തട്ടിക്കൊണ്ടു പോവുകയും ഒരു ഗോഡൗണിൽ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ട് മേനോനും അവിടേക്ക് രംഗത്തേക്ക് എത്തുകയാണ് കേട്ടോ. അങ്ങനെ മേനോൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അതായത് നിങ്ങളിത് എന്തൊക്കെ ചെയ്തു വെച്ചേക്കണമെന്ന് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല, ഏട്ടൻ എന്താ ഈ പറയുന്നത്, ഞങ്ങൾ അലീനനെ തട്ടിക്കൊണ്ടു പോയെന്നാണ് ഏട്ടൻ പറയുന്നത്, അവൾ വല്ലയിടത്തും പോയതായിരിക്കും അവളുടെ സ്വഭാവ ഗുണം കൊണ്ട് എന്ന് പിഴച്ചു വെച്ചതല്ലേ, അപ്പോൾ അവൾ ആ ഒരു സ്വഭാവ ഗുണമല്ലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് മേനൻ പറയുന്നുണ്ട്, നമ്മുടെ പെങ്ങൾ എങ്ങനെ ആയിരുന്നു എന്നും കൂടെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നീ ഇപ്പോൾ വാതോരാതെ അവനെ കുറ്റം പറയുന്നുണ്ടല്ലോ, പക്ഷേ അവനേക്കാളും തെറ്റുകൾ ചെയ്ത ഒരു പെങ്ങൾ നമുക്കുണ്ട്, അതും കൂടെ നീ മനസ്സിലാക്കണം എന്ന് പറയാൻ കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ശരി, അവൻ സമ്മതിച്ചല്ലോ. നമ്മുടെ പെങ്ങളുടെ കാര്യം ആർക്കും അറിയത്തില്ല, അത് പോട്ടെ, അവൾക്കൊരു അബദ്ധം പറ്റി. അവൻ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അവന് സ്വന്തം മോളെ കൊണ്ടുവന്ന് ഈ 3 മക്കളുള്ളപ്പോൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ജീവിപ്പിക്കേണ്ടതൊക്കെ വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ഭാര്യനെ ഇറക്കി വിടുന്നു. എന്നിട്ട് ഇതേ പാവം അവളിപ്പോൾ ജീവന് വേണ്ടി തുടിക്കുമല്ലേ, ജീവൻ പണയം വെച്ച് അവൾ ആശുപത്രിയിൽ കിടക്കുകയല്ലേ, അവളുടെ മുഖമൊക്കെ ഏട്ടനൊന്ന് കാണണം, ഒരു കണ്ണ് പോലും മൂടി മറിച്ച് വെച്ചിരിക്കുക, അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരിക തന്നെ ചെയ്യും. ഏട്ടൻ കൂടുതൽ അവനെ അങ്ങനെ സപ്പോർട്ട് പിടിക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് മേനോൻ്റെ കൺട്രോൾ വിടുകയാണ്. എങ്കിലും മേനോൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ മനു ആയിരിക്കും, അതായത് അലീനേനെ കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അലീന ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, നിങ്ങൾ ആരാ എന്നെ ഇങ്ങനെ, നിങ്ങൾ എന്തിനെന്നെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്, ആരാ ഇതിനൊക്കെ പിന്നിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ രാജീവിൻ്റെയും ശിവൻ്റെയൊക്കെ പേര് പറയാനുണ്ടോ. അങ്ങനെ അലീന ആ സത്യങ്ങൾ തിരിച്ചറിയുകയാണേ. ഈ ഒരു സമയത്തായിരിക്കും ആ മനു ആണെങ്കിൽ സാഹസികമായിട്ട് വന്നിട്ട് അലീനനെ ചേർത്ത് പിടിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ, രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുണ്ട്. ആ ഒരു സീൻസൊക്കെ വളരെ ഗംഭീരമായിരിക്കും കേട്ടോ. അങ്ങനെ അലീന സത്യങ്ങൾ പറഞ്ഞു നമ്മൾ ജയിലിലായിരിക്കും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ശിവനും രാജീവനും കൂടെ ചർച്ച ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അലീനയാണെങ്കിൽ സത്യങ്ങൾ മനുവിനോട് പറയുന്നുണ്ടെങ്കിലും അത് പറയാതെ പറയാനുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, ഇവരെല്ലാം ഇതിനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറയുമ്പോൾ അല്ല, ആൾ മാറി ആരോ കൊണ്ടുപോയതാണ്, ഇനി അതൊരു വലിയ ഇഷ്യൂവും പ്രശ്നങ്ങളൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞ് ആ ഒരു കേസ് അങ്ങ് വഴുതി മാറ്റി വിടുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് പിന്നീട് നമ്മുടെ രാജീവനും അതുപോലെ തന്നെ ശിവനും കൂടെ വന്നിട്ട് മേനോനും അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ മേനോൻ വരുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, ഏട്ടാ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നമ്മുടെ പെങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു പോയിരിക്കുകയാണ്, ഒന്നെങ്കിൽ അലീന അല്ലെങ്കിൽ വൈജയന്തി, അവരാരെങ്കിലും മതി ആ ഒരു വീട്ടിൽ എന്നിങ്ങനെ പറയാനുണ്ടോ. ഈ ഒരു സമയത്ത് മേനൻ പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇടപെടില്ല, കാരണം വൈജയന്തി എന്തുമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും വൈജയന്തി കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയതാണെന്നൊക്കെ ഉള്ളൊരു സത്യം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ വരില്ല. അതുപോലെ നിങ്ങളും ഇടപെടേണ്ട. വൈജയന്തിയുടെ അഹങ്കാരം ഇച്ചിരി ഒന്ന് കുറയ്ക്കട്ടെ, അവളുടെ സ്വഭാവശുദ്ധിയൊന്നും, അവൾക്ക് ഈ പറയുന്ന സ്വഭാവശുദ്ധിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവളുടെ ഭർത്താവിന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കേണ്ടതായിരുന്നു എന്ന് പറയാനിട്ടോ. അപ്പോൾ നമ്മുടെ ശിവനും രാജുവിനും പറഞ്ഞിട്ട്, ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഏട്ടൻ മിണ്ടാതിരുന്നു കേട്ടോ, ഏട്ടൻ്റെ വിചാരം കേട്ടാൽ തോന്നുമല്ലോ നമ്മുടെ പെങ്ങൾ മാത്രമേ തെറ്റുകൾ ചെയ്തിട്ടുള്ളൂ, ആ ബാലചന്ദ്രൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണല്ലോ തോന്നണേ എന്ന് പറയുമ്പോൾ അങ്ങനെ സഹിക്കാൻ വയ്യാതെ നമ്മുടെ മേനോന് ആ സത്യങ്ങൾ അങ്ങ് തുറന്ന് പറയാനിട്ടോ. നിർത്തടാ നിൻ്റെയൊക്കെ വർത്താനം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതെ, നീയൊക്കെ പറഞ്ഞത് സത്യം തന്നെ, വൈജയന്തി നമ്മുടെ പെങ്ങൾ, അവൾ മാത്രമേ തെറ്റുകൾ ചെയ്തിട്ടുള്ളൂ, ആ ബാലചന്ദ്രൻ നിരപരാധിയാ എന്ന് പറയാനിട്ടോ. ഏട്ടൻ എന്തൊക്കെ ഈ പറയുന്നത്, അവൻ പറഞ്ഞതാണല്ലോ അലീന അവൻ്റെ കുഞ്ഞാണെന്ന്, ദുബായിൽ വെച്ച് അവന് പിഴച്ചു വെച്ചതാണെന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ ഏട്ടൻ എന്താ കുഴപ്പം ഇങ്ങനെ പറയുമ്പോൾ മേനോൻ പറയുന്നുണ്ട്, അവൻ്റെ കുഞ്ഞൊന്നുമില്ല, അവൻ പരിശുദ്ധനാടാ, പരിശുദ്ധൻ. ആ അലീന ആരാണെന്നറിയാമോ, പണ്ട് 22 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പെങ്ങൾ വൈജയന്തി ജന്മം നൽകിയ പെൺകുഞ്ഞാണ് അവൾ. 3 വയസ്സായപ്പോഴേക്കും അവൾ മരിച്ചുപോയി എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. പക്ഷേ അതൊന്നുമല്ല, അതൊക്കെ നമ്മുടെ അച്ഛൻ ഉണ്ടാക്കിയ ഒരു വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു. വൈജയന്തിയുടെ ജീവിതത്തിൽ നിന്നും ആ കുഞ്ഞ് ഒരു ബാധ്യതയാവാതെ എത്രയും പെട്ടെന്ന് മാറ്റിവിടാനുള്ള അച്ഛൻ്റെ തന്ത്രം മാത്രമായിരുന്നു ആ മരണം. പക്ഷേ അവൾ ജീവിക്കുകയായിരുന്നു, അവൾ ആ ഒരു സ്നേഹതീരത്തിൽ വളരുകയായിരുന്നു.
അങ്ങനെ ആ സ്നേഹനിരത്തിൽ എല്ലാവരെയും പിരിച്ചു വിട്ടപ്പോൾ അവളുടെ മമ്മിയും അങ്ങനെ എല്ലാവരും മരിച്ചു പോവുകയും പിരിച്ചു വിടുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും മുത്തശ്ശൻ്റെ വാക്കുകൾ പ്രകാരം അവളിവിടെ ഒരു വേലക്കാരിയെ പോലെ തൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം അവളിവിടെ വന്നതാ. അറിയാമോ, ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ബാലചന്ദ്രൻ വൈജയന്തിയെ പോലും അറിയിക്കാതെ അവളെ മകളായിട്ട് ദത്തെടുക്കായിരുന്നു. ആ ഒരു മഹാമനസ്കത ആർക്കിട്ട നിനക്ക് ആ ഒരു അവസ്ഥയിലെങ്കിൽ നീ സ്വീകരിക്കുമായിരുന്നു പറ എന്നിങ്ങനെ ചോദിക്കാനിട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ഒരു ഞെട്ടലിൽ മേനോൻ പറഞ്ഞ ആ ഒരു വാക്കുകളുടെ നെട്ടലിൽ അങ്ങനെ നിൽക്കുകയാണ്. ആർക്കും ഒന്നും പറയാനില്ല കേട്ടോ. ഏട്ടൻ പറയുന്നതൊക്കെ സത്യമാണോ അതോ ഏട്ടൻ ഇനി തോന്നുന്നതാണോ, എനിക്കിതൊന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ മേനോൻ പറയുന്നുണ്ട്, എന്നാൽ എനിക്കിതെല്ലാം അറിയാം. ഒരു ദിവസം ബാലചന്ദ്രൻ അറ്റാക്ക് വരുന്നതിന് മുൻപ് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്നിരുന്നു. അന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയായിരുന്നു അവൻ്റെ വരവ്. അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ അവൻ തെളിവുകൾ സഹിതമായിരുന്നു വന്നിരുന്നതും പറഞ്ഞതും എല്ലാം. അതെ, അലീന നമ്മുടെ വൈജയന്തിയുടെ മകൾ തന്നെയാണ്. ആ അലീനനെ ഇവിടേക്ക് വിട്ടതും നമ്മുടെ അച്ഛനാണ്. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും അലീനയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അലീനയുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അലീനയോട് തൻ്റെ അമ്മയുടെയും അങ്ങനെ കുടുംബത്തിൻ്റെയും കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അവളൊരു ശല്യക്കാരിയാവാനോ അല്ലെങ്കിൽ അവൾ വൈജയന്തിയുടെ കുടുംബം തകർക്കാനോ വന്നതല്ല. ഏതോ ഒരു അവസരത്തിൽ എല്ലാ സത്യങ്ങൾ പുറത്ത് വന്നത് ബാലചന്ദ്രനെ മനസ്സിലാക്കിയത്. അപ്പോൾ പോലും ബാലചന്ദ്രൻ വൈജയന്തിയെ കുറ്റപ്പെടുത്തുകയോ ഇറക്കിവിടോ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴും തൻ്റെ ആ ദുഷിച്ച കണ്ണുകൾ കൊണ്ട് ബാലചന്ദ്രനെ അവൾ സംശയിച്ചിട്ട് അവനും അവർക്കും അവിഹിത ബന്ധമുണ്ടാക്കി. ആ ഒരു സാഹചര്യത്തിലാണ് ബാലചന്ദ്രൻ അവളെ ദത്തെടുക്കുക, മകളാണ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടിയത്. അല്ലാതെ ബാലചന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. പറഞ്ഞ നമ്മളാണ് തെറ്റുകാരൻ. നമ്മുടെ പെങ്ങൾക്ക് ഇങ്ങനൊരു ബന്ധം ഉണ്ടായതും ഒന്ന് പ്രസവിച്ചതാണെന്ന് പോലും പറയാതെ കള്ളം പറഞ്ഞ് മറച്ചു വെച്ച് അവൻ്റെ തലയിൽ കെട്ടിവെച്ചത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു അവസരത്തിൽ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഈ തെറ്റുകൾ ചെയ്തതിനൊക്കെ നീയൊക്കെ ബാലചന്ദ്രൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ശിവരാമനും അതുപോലെ തന്നെ നമ്മുടെ രാജീവനും ഒന്നും പറയാനില്ല കേട്ടോ. ആകെ ഇവർ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ. ഈ ഒരു അവസരത്തിലായിരിക്കും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അലീനേനെ ഇവർ കാണുകയാണെ. അങ്ങനെ ബാലചന്ദ്രനെയും കാണുന്നുണ്ട് കേട്ടോ. അലീനേനെ കാണുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അലീന ഒന്നും തന്നെ മിണ്ടുന്നില്ല. കാരണം അലീനയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ തന്നെ കടത്തിക്കൊണ്ട് പോയതും കൊല്ലാൻ ശ്രമിച്ചതുമെല്ലാം ഇവരാണെന്ന്. അതുകൊണ്ട് തന്നെ വാതിൽ തുറന്നിട്ടിട്ട് അങ്ങനെ തിരിഞ്ഞു പോകുമ്പോഴേക്കും ശിവരാമൻ വിളിക്കുന്നുണ്ട് മോളേന്ന്. ആ ഒരു സമയത്ത് അലീന തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴായിരിക്കും ശിവരാമനും അതുപോലെ രാജീവനും പറയുന്നുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ പെങ്ങളോടുള്ള ആ ഒരു അമിത സ്നേഹം അതുപോലെ തന്നെ ബാലചന്ദ്രനോടുള്ള ആ ഒരു വെറുപ്പും കൊണ്ട് മോളോട് പ്രതിഫലിച്ചത്. അതുകൊണ്ട് മോൾ ഞങ്ങളോട് ക്ഷമിക്കണം. മോള് സത്യങ്ങളൊന്നും ആരോടും പറയുകയും ചെയ്തില്ലല്ലോ. അത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും മോളുടെ ആ ഒരു മനസ്സ്. പിന്നെ ഇപ്പോഴാണ് മോൾ ആരാണെന്നും എന്താണെന്നും മോളും വൈജയന്തി തമ്മിലുള്ള ബന്ധം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാ സത്യങ്ങളും അറിയാൻ വൈകിപ്പോയി, അതുകൊണ്ടാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് മോൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഇനിയൊരു തെറ്റും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഈ ഒരു നിമിഷം തന്നെ ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷേ ബാലചന്ദ്രനെ കണ്ട് ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം എന്ന് പറയാൻ കേട്ടോ. ആ ഒരു സമയത്ത് അലീന അച്ഛനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോകുമായിരിക്കെ അലീനയുടെ മനസ്സിലാകെ ഒരു സങ്കടമായിരിക്കും കേട്ടോ. ഇവർ കുറേ അലീനെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും വലിയതായിട്ട് മിണ്ടാനൊന്നും നിൽക്കാതെ അലീന അങ്ങ് സ്കൂട്ടാകുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ബാലചന്ദ്രൻ ഇറങ്ങി ചെല്ലണം. എന്താ എൻ്റെ പുന്നാരളിയന്മാർ ഇനി അടുത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാണോ? ഇനി എന്നെ വെട്ടിക്കൊല്ലാനോ വേറെന്തെങ്കിലും പരിപാടികളുണ്ടോ? ഇവിടുന്ന് പറപ്പിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജീവനൊക്കെ പറയുന്നുണ്ട്, അളിയാ കുറച്ച് തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അളിയൻ ക്ഷമിക്കണം. എന്തായാലും അളിയൻ്റെ മനസ്സ് ആ ഒരു ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാതെ പോയി എന്നൊക്കെ പറയാനിട്ട് ആ ഒരു വർത്തമാനത്തിൽ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയാണ്. അതായത് മേനോൻ എല്ലാ കാര്യങ്ങളും ഇവരെ അറിയിച്ചിട്ടുണ്ടാകുമെന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കുകയാണ്. അപ്പോഴും ബാലചന്ദ്രൻ ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് രാജീവനെ പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങളുടെ പെങ്ങൾക്ക് കുറച്ച് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് മറച്ചു വെച്ച് ഞങ്ങൾ അവളെ വിവാഹം കഴിപ്പിച്ചു. തെറ്റുകൾ ആർക്കും സംഭവിക്കാമല്ലോ ബാലചന്ദ്ര, നീ അതെല്ലാം അങ്ങ് മറന്നേക്ക്. പിന്നെ വൈജയന്തിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. പെട്ടെന്ന് താൻ സ്നേഹിച്ച പുരുഷന് മറ്റൊരു ഒരു മകളുണ്ടെന്ന് അറിയുമ്പോൾ ആ ഒരു വിഷമം വൈജയന്തിൻ്റെ ഉണ്ടായിപ്പോയി. അതാ ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെയല്ലേ എൻ്റെ അവസ്ഥ. ഞാൻ ഇത്രയും നാളും സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന ഒരു പെണ്ണിന് വിവാഹത്തിന് മുൻപേ ഒരു പെൺകൊച്ചുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ലേ? അതോ എൻ്റെ മനസ്സ് കരിങ്കല്ലും നിങ്ങളുടെ പെങ്ങളുടെ മനസ്സ് വല്ല പൂവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ. ആ ഒരു സമയത്ത് ശിവനും നമ്മുടെ രാജീവനും ഒന്നും മിണ്ടാനില്ല. അവരാകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും പോകുന്നതിന് മുൻപ് നിന്നെ കണ്ടുവന്ന് മാപ്പ് ചോദിക്കണമെന്ന് തോന്നി, അതാ വന്നത്. ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ്, അത്ര ഇപ്പം ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഞങ്ങളുടെ പെങ്ങളെ ഉപേക്ഷിക്കരുത്. അവൾ
അവളുടെ മാനസികാവസ്ഥ, അവൾ ചിലപ്പോൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, അതേ വേണ്ടുള്ളൂ, ഞങ്ങൾക്ക് അത് മാത്രം മതി, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, ഇനി ഈ തെറ്റുകളൊന്നും വൈജയന്തിയും ആവർത്തിക്കില്ല, വൈജയന്തി അധികം വൈകാതെ തന്നെ സത്യങ്ങൾ അറിയിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം വഷളാകും, നിനക്ക് 3 മക്കളുണ്ട്, അത് നീ മനസ്സിലാക്കണം, അവരുടെ ജീവിതം പാഴായി പോകരുതല്ലോ എന്നൊക്കെ പറയാനോട്ടോ. ഈ ഒരു സമയത്ത് ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ലേ. അങ്ങനെ ആശുപത്രിക്കിടക്കയിൽ വെച്ച് സത്യങ്ങളെല്ലാം മനസ്സിലാക്കാനോട്ടോ വൈജയന്തി തന്നെ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ പോലും അലീനനെ വൈജയന്തി ഇങ്ങനെ തട്ടി മാറ്റുമായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ട നേഴ്സുമാർ വരെ വൈജയന്തിനെ ഓരോന്ന് പറയുന്നതും എല്ലാം വൈജയന്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ഈ സത്യങ്ങളെല്ലാം അറിയിച്ചിട്ടായിരിക്കും കേട്ടോ ശിവനും അതുപോലെ തന്നെ രാജീവനും പോകുന്നത്. അങ്ങനെ വൈജയന്തി അവിടുന്ന് സുഖം പ്രാപിച്ച് വരികയാണ്. ഒരു ദിവസം രാവിലെ വൈജയന്തി സഡേഷനിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോഴേക്കും അടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ ഇരിക്കുന്ന കാണുകയാണ്. ആ ഒരു സമയത്ത് ബാലചന്ദ്രനെ ഫേസ് ചെയ്യാൻ വരെ നമ്മുടെ വൈജയന്തിക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് വൈജയന്തി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ബാലചന്ദ്രൻ ആ കൈ ഇങ്ങനെ പിടിച്ച് ബാലചന്ദ്രൻ്റെ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ച് തടവുന്നുണ്ട് കേട്ടോ. നമ്മുടെ വൈജയന്തി പൊട്ടി കരയുന്നതും കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ മോളെ നിനക്ക് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് അലീനെ എന്ന് വിളിക്കാൻ കേട്ടോ. അങ്ങനെ അലീന അവിടേക്ക് വരുമ്പോഴേക്കും നമ്മുടെ വൈജയന്തിക്ക് ഒന്ന് നിവർന്ന് നിന്ന് അലീനയുടെ ആ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും തോന്നുന്നില്ലേ. കാരണം വൈജയന്തി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ അലീനയുടെ മുഖത്ത് നോക്കാനുള്ള ഒരു ശേഷി പോലും നമ്മുടെ വൈജയന്തിക്ക് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നത്, നിനക്ക് പല തെറ്റുകളും സംഭവിച്ചു, സാരമില്ല, അതൊക്കെ ഞാൻ ക്ഷമിച്ചു, ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. ഇനി ഇവളും നമ്മുടെ 3 കുട്ടികളെ പോലെ നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇവളും വളരും, നമ്മുടെ മകളായിട്ട് എന്നിങ്ങനെ പറയാനിട്ടോ. ആ ഒരു സമയത്ത് വൈജയന്തി ഇങ്ങനെ ബാലചന്ദ്രനെ നിറക്കണ്ണുകളോടെ നോക്കാനിട്ടോ. ബാലചന്ദ്രനും കണ്ണുകൾ കൊണ്ട് സമ്മതം അറിയിക്കാനിട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ എന്നിട്ട് അവിടെ നിന്നും എണീറ്റ് പോവുകയാണ്. അപ്പോൾ അലീന അവിടെ തന്നെ നിൽക്കാതിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ ഇങ്ങനെ തലയാട്ടി വിളിക്കുകയാണ് അലീനനെ. അലീന അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും ആ കൈ രണ്ടും പിടിച്ച് വൈജയന്തി ആണെങ്കിൽ കണ്ണീരോടുകൂടി കൈ കൂപ്പി ഇങ്ങനെ പിടിക്കാൻ കേട്ടോ. എന്നിട്ട് ഒരുപാട് ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട്. നിന്നെ ഞാൻ ഒരുപാട് അറിഞ്ഞു പറയാതെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, നിന്നെ പായിച്ചിട്ടുണ്ട്, നിൻ്റെ പേരിൽ കുറ്റങ്ങളൊക്കെ ആരോപിച്ചിട്ടുണ്ട്, നിന്നെ വൃത്തികെട്ട രീതിയിലെല്ലാം ആക്ഷേപിച്ചിട്ടുണ്ട്, എല്ലാത്തിനും നീ ഈ അമ്മയ്ക്ക് പുറത്തു തരണം. പണ്ട് എനിക്കുണ്ടായ ആ ഒരു അപകടം മൂലമാണ് ഞാൻ ഇന്നു വരെ എല്ലാവരോടും ആ ഒരു കണ്ണോടുകൂടി കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ അക്സെപ്റ്റ് ചെയ്യാനോ നിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാത്തിരുന്ന എൻ്റെ മകൾ അന്ന് മരിച്ചു പോയെന്ന് കരുതി എൻ്റെ മകൾ ഇപ്പോൾ എനിക്ക് തിരികെ കിട്ടിയിരിക്കുകയാണ്. ഇത്രയും നാളും നഷ്ടപ്പെടുത്തി കളഞ്ഞ സ്നേഹം മുഴുവൻ ഇനി ഞാൻ നിനക്ക് നൽകും എന്നൊക്കെ പറയാനോട്ടോ. അങ്ങനെ സ്നേഹത്തോടെ അലീനനെ വാരിപ്പുടരാനുണ്ട് വൈജയന്തി. അങ്ങനെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ചു പോകുന്ന ആ ഒരു വല്ലാത്തൊരു ആ ഒരു ഫീലിങ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി അധിക നാളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് വരുന്ന സ്റ്റോറികളാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ എല്ലാം ആ ഒരു കൂട്ടായ്മയ്ക്ക് ആ ഒരു ഒരുമിക്കുന്നതായ വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം.